0 to 100 50 മിനിറ്റ് ആക്സിലറേഷൻ അല്ല, ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന നെക്സോൺ EV ആണ്. അത് ഇതുമായിട്ട് പ്രൈസിൻ്റെ അകത്തൊക്കെ ഒത്തിരി വ്യത്യാസം, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബൂട്ട്, എൻ്റെ അമ്മോ നോക്കി അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രീമിയം ഒരു XUV 700 ഓടിക്കുന്ന ഒരു ഫീൽ തന്നെ തരുന്നുണ്ട്. ഇന്ന് 0 to 100 in 8.6 seconds. പിന്നെ അതുപോലെ യാത്രാസുഖവും അകത്തെ സ്പേസും വേറെ ലെവലാണ്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സൺഡേ ആണ്. നമുക്ക് നമ്മുടെ MG അവരുടെ കോമറ്റ് ഒരു 1 മന്തിലേക്ക് ഒരു ലോങ് ടേം റിവ്യൂവിന് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തുള്ള നമ്മുടെ ഹൊറൈസൺ മോട്ടോഴ്സ് ഉണ്ടല്ലോ, അവർ നമുക്ക് XUV 400ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ അപ്ഡേറ്റഡ് EV ഉണ്ടല്ലോ, അപ്ഡേറ്റഡ് മോഡലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മോട്ടോർ പരമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും രണ്ട് ആ കാണുന്ന ഇൻറ്റീരിയർ ഉണ്ടല്ലോ, ഒത്തിരി ചേഞ്ചസും അതുപോലെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇൻഡെപ്തായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിൽ തന്നെ ഈ ഒരു EV ശരിക്കും എന്താണ് KUV അല്ല, ഇവർക്ക് മുമ്പിലൊരു മോഡൽ ഉണ്ടായിരുന്നല്ലോ XUV 300 പോലെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു XUV 400 എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് EV ആയതുകൊണ്ട് ഓബിയസ്ലി വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഈ ഒരു നോ ഗ്രിൽ ഡിസൈനാണ് എന്ന് നോക്കി. അതായത് നോ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ഗ്രില്ലൊന്നുമില്ല. കാരണം നമ്മൾ എൻജിൻ പോലെ അത്രമാത്രം എയർ സർക്കുലേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് EVസിനെല്ലാം ഈ ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും കാണാനായിട്ട് ഭംഗിയുള്ള EVസിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്പെക് ഷീറ്റ് നോക്കുകയാണെങ്കിൽ 0 to 100 50 മിനിറ്റ് ആക്സിലറേഷൻ അല്ല, ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. ഇവന് ശരിക്കും 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മോഡൽസിനാണെങ്കിൽ 35 kWh വരുന്നതും സ്പീഡ് കുറച്ചുകൂടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് 40 kWh 375 തൊട്ട് 450 കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറയുന്നത്. പക്ഷേ അത് ചേഞ്ച് ആവുമായിരിക്കും. നമുക്ക് റിയൽ ടൈമിൽ ഈ 375 പറയുന്നതിന് എന്താണെങ്കിലും ഒരു 300-350 കിട്ടും. നമുക്കത് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു അമ്പൻ പെർഫോമൻസ് ഫീച്ചർ എന്ന് പറയുന്നത് 0 to 100 in 8.6 seconds. ഇത്രയും സ്പെക്കുള്ള ഇവൻ്റെ മോട്ടർ ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മോട്ടോർ പാക്ക് എന്ന് പറയുന്നത്. 150 bhp പവർ വരുന്നത്. നെക്സോൺ EVനേക്കാളും പവർ കൂടുതലുണ്ട്. 8-10 bhp. സന്ധ്യ ഒന്ന് വിട്ടെ ഫുള്ള് വിട്ടോ. ഇതുണ്ടോ, നല്ല വെയിറ്റുള്ള ഒരു ഹുഡ് തന്നെയാണ് അവന് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ പോലെ തന്നെയാണ്. വലിയ ചേഞ്ചസ് ഒന്നും സൈഡിൽ വന്നിട്ടില്ല. അലോയ് വീലിൻ്റെ ഡിസൈനിൻ്റെ അകത്തും വലിയ ചേഞ്ചസ് ഇല്ല. അവരുടെ ന്യൂ ലോഗോസാണ് വരുന്നത്. 16 ഇഞ്ചിൻ്റെ വീൽസ് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന നെക്സോൺ EV ആണ്. അത് ഇതുമായിട്ട് പ്രൈസിൻ്റെ അകത്തൊക്കെ ഒത്തിരി വ്യത്യാസം, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് കിട്ടുന്ന വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടിയ വണ്ടിയാണ്. ആ ഒരു ലെങ്ത്തിൻ്റെ ഇൻക്രീസ് നമുക്ക് ഈ അകത്ത് ശരിക്കും കാണാൻ പറ്റും. അതായത് നമ്മൾ ബാക്ക് സീറ്റിലേക്കൊക്കെ കയറുവാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഇത് ഓഫ് കോഴ്സ് ഓബിയസ്ലി ലെതറാണ്. നല്ല രസമുള്ള അല്ലെങ്കിൽ ഒട്ടും ക്ലസ്ട്രോഫോബിക് എഫക്റ്റ് തോന്നാത്ത അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്ന രീതിയിലാണ് ഇവൻ്റെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റഡ് വേരിയൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ പുതിയൊരു എയർ വെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് വേരിയൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ അവരൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് കോഴ്സ് ചാർജറൊക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒത്തിരി ലൈക്ക് ഇതിരുന്ന് എന്താ പറയേണ്ടത്, നമുക്ക് കംഫർട്ടബിളാണ്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളും അവർ വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറയരുത് നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള, പക്ഷേ അതറിയാതെ വരുന്നതാണ്. നമുക്കത് മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക, അത് പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ബൂട്ട്, എൻ്റെ അമ്മോ നോക്കി വണ്ടി കണ്ടാൽ പറയില്ല കേട്ടോ, ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളത്. നല്ല വലിപ്പമുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ ഒരു വലിയ ബോക്സ് ഇരിപ്പുണ്ട്. ഈ ബോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടു നിൽക്കുന്ന ഗിഫ്റ്റൊന്നുമില്ല. ഇത് നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ യൂണിറ്റാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 5-6 മണിക്കൂറും കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ 50 kWh വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 50 kW വരെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി പാക്കാണ്. അപ്പോൾ അതിൽ കൊണ്ട് കൊത്തി കഴിഞ്ഞാൽ 50 മിനിറ്റും കൊണ്ട് ചാർജ് ആകും. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കുറേ തള്ളുകളില്ലോ, അതായത് 0 to 100 8 പോയിൻ്റ് ഇതാണ്, അല്ലെങ്കിൽ മറ്റേതാണ്, മറിച്ചാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സലറേഷൻ ടെസ്റ്റും ഒക്കെ നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് വണ്ടിക്കകത്ത് കയറി ഇതിൻ്റെ കീ നിങ്ങളെ കാണിച്ചായിരുന്നു. ഇതാണോ എൻ്റെ കീ വരുന്നത്. ഇതാണ് ഇവൻ്റെ കീ വരുന്നത്. സാധാ ഒരു ഗോൾഡൻ കളറിലാണ് അവൻ്റെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് ബേസ് ചെയ്യുന്ന നോക്കണം. ഇതാണ് ഇവൻ്റെ ഒരു, നമുക്കിതിൻ്റെ AC ഫാൻ സ്പീഡ് കുറയ്ക്കാം. ഇതാണ് ഇവൻ്റെ ഒരു ഇൻസൈഡ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്.
ഈ സ്ക്രീനിൻ്റെ സൈസും അപ്ഡേറ്റഡ് മോഡൽ വന്നപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമ്മൾ XUV 700 അതൊക്കെ കാണുന്ന പോലെ ഒരു അടിപൊളി നൈസ് ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ മയം ഇതിലൂടെ ത്രൂ ഔട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നോക്കുമ്പം ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട പണ്ട് തൊട്ടേ മഹീന്ദ്ര കൊടുക്കുന്നതിൻ്റെ അകത്തൊരു നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഈ കാണുന്നത് ഡ്യുവൽ AC ആണ്. ഈ സൈഡിലൊരു ടെമ്പറേച്ചർ, ഈ സൈഡിലൊരു ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓഫ് കോഴ്സ് നെക്സോണിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ അങ്ങനെ ആ ഒരു ഫീച്ചർ നമ്മൾ മഹീന്ദ്ര അപ്ഡേറ്റഡ് വേരിയൻറ്റ് വന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ BMWൻ്റെ M കാറിലൊക്കെ കാണുന്ന പോലെ ഒരു ഗിയർ നോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം M കാറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, പോയി ചെക്കൗട്ട് ചെയ്യുക. M4ൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് M4ൻ്റെ റിവ്യൂ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഗിയർ നോബ് പോലെ തന്നെ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ആദ്യം എനിക്ക് കയറിയപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് നോക്കി, എന്നിട്ടും ഗിയർ ഒന്നും മാറുന്നില്ല. ബ്രേക്ക് പെഡലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഹൊറൈസണിലെ വിഷ്ണു ചേട്ടൻ പറഞ്ഞു അതിന് ഇവിടെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടണിൽ പിടിച്ച് നോക്കിയിട്ട് വേണം ഡ്രൈവിലേക്ക് ഇടാൻ. ഇപ്പോൾ ഈ ഡ്രൈവിലേക്ക് ഇടുമ്പോൾ വേറൊരു സാധനം കൂടെ കാണും, എല്ലോ ദൈവം അതെന്താ മറ്റേ ലോഡ് ഗിയർ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ പെഡൽ ഡ്രൈവാണ് വരുന്നത്. അതായത് നമുക്ക് റീജനറേഷൻ മാക്സിമത്തിലായിരിക്കും കിടക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറണമെങ്കിൽ പോലീസ് സ്വിച്ച് പിടിച്ചേക്കണം കേട്ടോ. അത് നമുക്കൊരു ആദ്യമേ മറന്നു പോകുന്നൊരു കേസ്. കാരണം ഇപ്പോൾ നമ്മൾ കോമറ്റും ഒക്കെ ഓടിച്ചിട്ട് ഇതിലേക്ക് കയറുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്, സിമ്പിളാണ്. എന്നാൽ പോലും ഇത് കണ്ടോ ഡ്രൈവിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റീജനറേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സിംഗിൾ പെഡലിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ്, നമുക്ക് പുറത്തോട്ടിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് വണ്ടിയുടെ ഒരു സ്മൂത്ത്നെസ്. സ്റ്റിയറിംഗ് നോക്കിയത് XUV 300-ന് അവർ പണ്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വിച്ച് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് 3 സ്റ്റിയറിംഗ് 3 സെറ്റിങ്ങിൽ വെക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 3 ഡ്രൈവ് മോഡാണ് കൊടുത്തേക്കുന്നത്. ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ് മോഡൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് കുറച്ചൊരു ടൈറ്റ് ആവുന്നുണ്ട് സ്പീഡ്സിൽ. അത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ മഹീന്ദ്രയ്ക്കകത്ത് കണ്ടൊരു സാധനമാണ്, അതായത് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് എന്തിനാണെന്ന് എനിക്ക് ബേസിക്കലി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത് എമർജൻസി സിറ്റുവേഷനിലേക്കായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ മീറ്റർ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്സലേഷൻ ടെസ്റ്റ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ സമയത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേണ്ട എല്ലാ വിധത്തിലുമുള്ള സെറ്റിങ്സ് അല്ലെങ്കിൽ അറിയേണ്ട എല്ലാ സാധനങ്ങളും ലൈക്ക് റിയലി അപ്ഡേറ്റഡ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വെഹിക്കിൾ എടുക്കാൻ പോകുമ്പം നിങ്ങൾ ഫീച്ചേഴ്സ് മാത്രം നോക്കരുത്, വണ്ടിയുടെ കോർ കപ്പാസിറ്റി നോക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് പണ്ട് നമ്മുടെ XUV 300 ഉണ്ടായിരുന്നതാണ് ഹീറ്റിംഗ് മിറർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഈ സാധനം ചൂടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് അതില്ല. ഇപ്പോഴും XUV 300-ൻ്റെ അകത്തും അത് കൊടുത്തിട്ടില്ല. അത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇവന് ശരിക്കും പറഞ്ഞാൽ 4 വരുന്ന ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലല്ല ഇപ്പോൾ നമ്മൾ ഡ്രൈവിന് വന്നേക്കുന്നത്. പക്ഷേ വണ്ടി നമ്മുടെ ഹൊറൈസൺ മോട്ടോഴ്സ് കോട്ടയം തന്നാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ജസ്റ്റ് EV എന്ന് പറയുന്നതിൻ്റെ ഒരു കേസ് ഞാൻ കാണിച്ചു തരട്ടെ. നമ്മളിവിടെ 3 മോഡുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഫൺ മോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫണ്ണായിട്ടുള്ള മോഡാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മോഡ്, അതായത് ഫിയർലെസ് എന്ന് പറയുന്നതാണ് സ്പോർട്സ് മോഡ്. സ്പോർട്സിലിട്ടു EVs ബോറാന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. അതായത് പവർഫുൾ ആയിട്ടുള്ള EVs ഇതുണ്ടോ, നമുക്ക് ഈ ഒരു രീതിയിൽ വണ്ടി പറന്ന് കയറുന്നുണ്ടോ, പവർ ഉണ്ടോ. പിന്നെ അതുപോലെ ബ്രേക്കിംഗ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ 4 ഡിസ്ക് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ വണ്ടി നമുക്ക് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയിൽ ആദ്യം കയറുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം തോന്നിയ കേസ്. അതായത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടോ, അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിയർലെസ്സിൽ പോകേണ്ട, ബാക്കി റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഫൺ മോഡിൽ പോകാം. ഫൺ മോഡിൽ ആക്സലേഷൻ കൊടുത്താൽ ആ ഒരു പുള്ള് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഈ 2 എന്താണ് പറയേണ്ടത്, ഈ സ്ക്രീനും വലുതാക്കിയിട്ടുണ്ട്, ഈ സ്ക്രീൻ അവർ വലുതാക്കിയിട്ടുണ്ട്. അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രീമിയം ഒരു XUV 700 ഓടിക്കുന്ന ഒരു ഫീൽ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇതിൽ നോട്ടീസ് ചെയ്യേണ്ട ഒരു കേസ്, നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇതൊരു ശരിക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു SUV-യുടെ ഫീൽ. അത് നോക്കി ബോണറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കാണാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊന്നും വണ്ടി കയറ്റരുത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ബ്ലൂ കളർ തീം കൊടുത്തിട്ടുണ്ട്, അത് കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഫൺ മോഡെന്ന് പറഞ്ഞ മോഡ് ഇടുകയാണെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് ചെയ്തുണ്ട്. സ്റ്റിയറിംഗ് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരൊറ്റ സിംഗിൾ ഹാൻഡിൽ അല്ലെ സിംഗിൾ ഫിംഗറിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു മോഡിൽ അത് ഭയങ്കര ലൂസാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സ്പീഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് മോഡ് അല്ലെങ്കിൽ ഫിയർലെസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ടൈറ്റായി സ്പീഡ് കയറുന്നതനുസരിച്ച് സ്റ്റിയറിംഗ്
ടൈറ്റും ആവുന്നുണ്ട്. പിന്നെ ഇതാണ് ആ EVയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റൻറ്റ് ടോർക്ക് ടക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കയറിക്കോളും. 150 bhp പവറും, അതുപോലെ ടോർക്ക് എത്രയായിരുന്നു വിഷ്ണുട്ടാ? 310 310 Nm ആണ് ഇവന് ടോക്കും വരുന്നത്. സിംഗിൾ മോട്ടറാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്, അതായത് ഇവന് ശരിക്കും പറഞ്ഞാൽ 2 മോഡൽ വരുന്നുണ്ട്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ബേസ് വേരിയൻസ്, മോഡൽ ഇൻ ദ സെൻസ് 2 ബാറ്ററി പാക്ക് ഉള്ള വേരിയൻസ് ഉണ്ട്. അത് ബേസ് വേരിയൻസിന് ഏതാണ്ട് 34 സംതിങ് 35 kWh ആണ് ബാറ്ററി പാക്ക് വരുന്നത്. അതിന് 376 സംതിങ് ആണ് കമ്പനി റേഞ്ച് പറയുന്നത്. പക്ഷേ അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, ഒരു 300 280 ഒക്കെ എടുത്ത് നമുക്ക് റിയൽ വേൾഡിൽ അത് കിട്ടും. പിന്നെ രണ്ടാമത് പറയുന്ന വേരിയൻ്റ് എന്ന് പറയുന്നുണ്ട് 40 kWhൻ്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. ഇതിന് 450 അല്ലേ, 456 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. പക്ഷേ നമുക്കതിന് ഏകദേശം ഒരു 300 അബവ് എന്താണെങ്കിലും കിട്ടത്തില്ലേ, 300 അറൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന അടുത്ത കാര്യങ്ങൾ, സീബ്ര ക്രോസിങ് ഇവിടെ നിർത്തണ്ട, കുറച്ചുകൂടെ മാറ്റി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ ഇതിൽ പറയാനുള്ള കേസ് പറഞ്ഞാൽ ഫീച്ചേഴ്സ് വൈസ് ദാണ്ട് വയർലെസ് ആണ് വരുന്നത്. എൽ മോഡ് ഇപ്പോൾ കാണിക്കാം, അല്ല എൽ മോഡ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഇതിട്ടു, ഷിഫ്റ്റ് എല്ലിലേക്ക് ഇട്ടു, കണ്ട അവിടെ എല്ലെന്ന് പറഞ്ഞ ബട്ടൺ തെളിഞ്ഞു. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ദാണ്ട് ആക്സലറേഷൻ കൊടുത്തു. ഇതൊക്കെ ജംഗ്ഷനാണ്. ഞാൻ ആക്സലറേഷൻ കൊടുത്തു. ഞാൻ ആക്സലറേഷന് കാലെടുത്തു. വണ്ടിയുടെ റീജനറേഷൻ കണ്ടോ, ഭയങ്കര ടോപ്പായിട്ട് വരുന്നത്. അതായത് വേണ്ട രീതിയിൽ ബ്രേക്ക് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പിടിച്ചതാണ്, അത്രയും ബ്രേക്ക് വരില്ല. ഇതിപ്പോൾ ഞാൻ സിംഗിൾ പെഡൽ ആക്സലറേഷൻ കൊടുത്തു, ഞാൻ വിട്ടു. വണ്ടി ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ബ്രേക്ക് പോലെ തന്നെ ഒരു ബ്രേക്കിംഗ് വരുന്നുണ്ട്. അതായത് റീജനറേഷൻ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതിന് ഇപ്പം നമ്മൾ പുതിയ കമ്പനീസ് വിളിക്കുന്ന പേരാണ് സിംഗിൾ അല്ലെങ്കിൽ ലെവലി മോഡ്, സിംഗിൾ പെഡൽ മോഡൽ അല്ലെങ്കിൽ ലെവലി മോഡ്. മറ്റേ ഇതിലൊക്കെ നമ്മളെ ഹൈബ്രിഡ് മറ്റേ ഇതിലൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു, ബി മോഡെന്ന് പറഞ്ഞ്. ആ സെയിം തിങ് ആണ് ഇതിൽ എൽ മോഡെന്ന് പറഞ്ഞ് അവർ കോൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, പണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് XUV 300 എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളായിരുന്നു. അതായത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ യാത്രാസുഖവും അകത്തെ സ്പേസും വേറെ ലെവലാണ്. അവിടെ പുറകിലിരിക്കുന്ന ഇരിപ്പുണ്ടോ, എന്ത് വിശാലമായിട്ട് എന്ത് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രയും സ്പേസ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാത്രാസുഖമാണെങ്കിൽ നല്ല യാത്രാസുഖമുണ്ട്, ഒട്ടും മടുപ്പില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സുഖമായിട്ട് പിടിച്ചിരുത്തിയേക്കുന്നൊരു ഫീലാണ് ഇവൻ തരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസാണ് 17.49 ലക്ഷമാണ് നമ്മുടെ ഹൊറൈസൺ മോട്ടോഴ്സ് പറയുന്നത്, അല്ലേ? ഷോറൂം പ്രൈസ് ഇൻട്രൊഡക്ടറി ടോപ്പ് വേരിയന്റ് സിംഗിൾ ടോണിന് 17.49 lakhs ആണ് ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് അത് ശരിക്കും നല്ലൊരു പ്രൈസ് ആട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഇതിൻ്റെ ബ്രേക്ക് ടെസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക് ടെസ്റ്റ് കൂടെ നമുക്കും ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ നമ്മൾ തൻ്റെ ആക്സലറേഷൻ കൊടുത്തു, ബാക്കിലെങ്ങും വണ്ടിയില്ല, 100% ഉറപ്പിച്ചു, ഫ്രണ്ടിലും വണ്ടിയില്ല. നാലും ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് വണ്ടി പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ടോ. പുറകെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നു. എന്നാലും നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ആ രീതിയിലുള്ള ബ്രേക്കിംഗ് നമ്മുടെ ഈ ഒരു XUV 4W തരും. ബ്രേക്ക് ടെസ്റ്റിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. പുറകെ ഇരുന്നാളുടെ ഇത് ഫോൺ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്, അത് തപ്പുവാണ്. അത് തപ്പുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു സൺറൂഫും വരുന്നുണ്ട് കേട്ടോ. നമ്മളത് പറയാൻ വിട്ടുമായിരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു സൺറൂഫും അവന് വരുന്നുണ്ട്. പാനറോമിക് അല്ല, പക്ഷേ എന്നാലും ഒരു ചെറിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, കട്ടറുള്ള റോഡ്സ് ആണെങ്കിൽ പോലും എന്ത് സോഫ്റ്റാണ് അല്ലെങ്കിൽ എന്ത് സ്മൂത്താണ് നമ്മുടെ സസ്പെൻഷൻ നോക്കി. ഹമ്പാണെങ്കിൽ പോലും കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷൻ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. ബാക്കൊക്കെ ഒരു പ്രശ്നമില്ല, സുഖമാണ്.